എല്ലാവർക്കും നമസ്കാരം. ദ സ്കൂൾ ഓഫ് സക്സസ് ബൈ റോഷ്നി മേനോൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോണത് മിറർ ടെക്നിക്കാണ്. ബോളിവുഡ് താരം ആലിയ ഭട്ട് അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ അവരൊരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, അവർക്ക് എന്തെങ്കിലും ആഗ്രഹം ശക്തമായിട്ടുണ്ട്, അത് നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആലിയ ഭട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് മിറർ ടെക്നിക്ക്. അവരുടെ ബാത്റൂമിലുള്ള കണ്ണാടിയുടെ മുമ്പിൽ എന്താണോ വേണ്ടത് അത് പെർഫോം ചെയ്യും, ആക്ട് ചെയ്യും എന്നുള്ളതാണ്. ഒരു അവാർഡ് വേണോ, നല്ലൊരു കഥാപാത്രം വേണോ, അത് കിട്ടിയതായിട്ട് ആ കണ്ണാടിയിൽ നോക്കി ആക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലാലേട്ടനൊക്കെ പണ്ടൊക്കെ ഈ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കുറെ കുസൃതിയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, മിറർ ടെക്നിക്കിന്റെ വളരെ വലിയൊരു ഇമ്പാക്റ്റ് നടത്തുന്നൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ പ്രതിബിംബത്തോട് നോക്കി തന്നെ നമ്മളത് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എന്താ പറയുക, വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ 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 ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു മിറർ ടെക്നിക്ക് എങ്ങനെ സയൻറ്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കാനുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വേണമെന്നുള്ളതാണ്. നമ്മളെപ്പോഴും പലപ്പോഴും ഡ്രസ്സ് ചെയ്യാനും ഒക്കെ നമ്മൾ കണ്ണാടി നോക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ കണ്ണിൽ തന്നെ നോക്കി, നമ്മുടെ ആ ഒരു പ്രതിബിംബത്തിന്റെ കണ്ണിൽ തന്നെ നോക്കി നമ്മൾ നിന്നിട്ടുണ്ടോ? നമ്മൾ പെട്ടെന്ന് റെഡിയാവുമ്പോൾ അവിടെ നിന്ന് പോകും എന്നല്ലാതെ ആ കണ്ണിലേക്ക് തന്നെ കുറച്ച് നിമിഷം ഒന്ന് നോക്കി നിന്നിട്ടുണ്ടോ? ഭയങ്കര ഒരു ഫീലാണത്. ആദ്യം നമുക്കൊരു കംഫർട്ട് ഇല്ലാത്ത പോലെ തോന്നും. കാരണം നമുക്ക് തോന്നും, അയ്യോ ഇതെന്താ ഇങ്ങനെ നമുക്ക് തോന്നും, അയ്യോ അതെന്താ എൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കണം, എനിക്ക് തടി കൂടിയോ എന്നൊക്കെ പല കാര്യങ്ങളും നമുക്ക് നെഗറ്റിവിറ്റി ആദ്യം വരാൻ തുടങ്ങും. പക്ഷേ പിന്നെ നമ്മളതൊന്ന് വൺസ് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രതിബിംബം ആ കണ്ണാടിയിൽ കാണുന്ന രൂപത്തെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് കണക്ഷൻ കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ നേരെ കണ്ണാടിയുടെ അവിടെ പോവുക. നിങ്ങൾക്ക് ഏത് ചെറിയ കണ്ണാടിയിലും വലിയ കണ്ണാടിയിലും എവിടെയെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആ ഒരു കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് കുറച്ച് നേരം നിങ്ങളുടെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കുക. അങ്ങനെ നമ്മളൊരു കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ണാടിയുടെ ഉള്ളിൽ കാണുന്ന നിങ്ങൾ അത് മറ്റൊരാളാണ് എന്ന് സങ്കല്പിച്ച് നിങ്ങൾ സംസാരിക്കുക. അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു, അതായത് ആ കണ്ണാടിയിൽ കാണുന്ന ആള് നടത്തി എന്നുള്ളത് രീതിയിലായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ കണ്ണാടിയിൽ നോക്കി കുറച്ച് നേരം കണക്ഷൻ കിട്ടിയതിന് ശേഷം ഞാൻ പറയുന്നത്, രോഷിനി യു ആർ സോ അമേസിങ്, രോഷിനി നീ വളരെ അമേസിങ് ആയിട്ടുള്ള വ്യക്തിയാണ്, യു ആർ സോ ഗ്രേറ്റ്ഫുൾ എന്നൊക്കെ നമ്മൾ ആ ഒരു കണ്ണാടിയിൽ കാണുന്ന രൂപത്തിനോട് സംസാരിക്കുകയാണ്. യു ഗോട്ട് യുവർ ഡിസയർ ജോബ്, രോഷിനി യു ആർ ഡൂയിങ് ഫാന്റാസ്റ്റിക്, യു ആർ സോ അമേസിങ്, യു ആർ സോ ഫാന്റാസ്റ്റിക് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ മറ്റൊരാളോട് നമ്മൾ പറയാനായിട്ട് നമുക്ക് തോന്നുകയാണ്. ഓക്കെ, അപ്പോൾ ആ കണ്ണാടിയിൽ കാണുന്ന രൂപം ചിരിക്കാൻ തുടങ്ങും. കാരണം നല്ല നല്ല വാക്കുകളല്ലേ പറയണത്, അല്ല, അതായത് നമ്മൾ തന്നെ നമ്മളെ നോക്കി ചിരിക്കാൻ തുടങ്ങും. കാരണം പോസിറ്റീവ് വാക്കുകളാണ് പറയണത്. യു ആർ സോ അമേസിങ്, യു ആർ സോ കറേജിയസ്, യു ആർ ബ്രില്യൻ, രോഷിനി യു ആർ ഡൂയിങ് ഗുഡ് ജോബ്, യു ആർ മോട്ടിവേറ്റിംഗ് പീപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മളോട് തന്നെയാണ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളോട് സംസാരിക്കാൻ പോലെയല്ലേ സംസാരിക്കണേ. അപ്പൊ കൂടെ നമ്മൾ മോട്ടിവേറ്റ് ആവുകയാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണോ ആഗ്രഹം, അതായത് മറ്റൊരു ആള് നമ്മുടെ അടുത്ത് വന്ന് എന്ത് പറയാനാണോ ആഗ്രഹം, അത് നമ്മളെ പ്രതിബിംബത്തെ നോക്കി പറയുകയാണ്. അങ്ങനെ ചെയ്യാന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് തന്നെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യാൻ വെച്ച് നമ്മൾ പറയാണ്, ഐ ആം ഡൂയിങ് ഗുഡ്, ഐ ആം ഡൂയിങ് മോട്ടിവേഷണൽ വീഡിയോസ്, താങ്ക് യു യൂണിവേഴ്സ്, ഐ എം ഹാവിങ് മോർ സബ്സ്ക്രൈബേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, എന്താ പറയുക, എല്ലാവരും എൻ്റെ കണ്ടൻസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് കണക്ഷൻ വെച്ചു. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് മറ്റൊരാളാണ് കണ്ണാടിയിൽ കാണുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ ആളോട് സംസാരിക്കുകയാണ്. നീ നന്നായി ചെയ്യുന്നുണ്ട്, നീ നല്ലൊരു കുട്ടിയാണ്, നീ സുന്ദരിയാണ്, അല്ലെങ്കിൽ നീ ഭാഗ്യവതിയാണ് എന്നൊക്കെ എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങൾ നീ എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിച്ചു. മൂന്നാമത് ഞാൻ എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്. എനിക്ക് എന്താ പറയുക, എനിക്ക് എന്തൊരു സന്തോഷമാണ്, എനിക്ക് ഇന്നത്തെ ദിവസം വളരെ എക്സൈറ്റിംഗ് ആണ്, ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ സംസാരിക്കുകയാണ്. നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ഓപ്പനാണ് ചെയ്യണത്. അതായത് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഡൗട്ട്, ഫിയർ ഒക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ നടക്കും, ഇതൊക്കെ ശരിയാണോ, നടക്കാത്ത കാര്യങ്ങളല്ലേ ഈ പറയണത് എന്നൊക്കെ ചിലപ്പോൾ നമുക്കുള്ള ഡൗട്ടോ ഫിയറോ ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് തന്നെ ഐ ആം ടേക്കിംഗ് 100% റെസ്പോൺസിബിലിറ്റി. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന 100% കാര്യത്തിനും ഞാൻ തന്നെയാണ് ഉത്തരവാദി എന്ന് പറയുകയാണ്. എന്നിട്ട് ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് നമ്മൾ ആ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിനോട് നോക്കി പറയുകയാണ്.
ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് നമ്മൾ ആ കണ്ണാടി നോക്കി പറയുമ്പോൾ നമ്മൾ തന്നെയല്ലേ ഹീലാവണത്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും എല്ലാം ഹീലാവുകയാണ് ചെയ്യണത് അല്ലേ. അപ്പോൾ ഈ 4 സ്റ്റെപ്പാണ് നമ്മൾ ഈ ഒരു മിറർ ടെക്നിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആക്ട് ചെയ്യാം. ഓക്കെ, എനിക്കിതൊക്കെ സംഭവിച്ചു, എനിക്കൊരു അവാർഡ് കിട്ടി, എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊജക്റ്റ് മാനേജർക്ക് ഇഷ്ടമായി. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്, എങ്ങനെയായിരിക്കും നമ്മൾ പറയണത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു പ്രൈസ് കിട്ടി, അപ്പോൾ നിങ്ങളോട് സ്റ്റേജിൽ വിളിച്ച് സംസാരിക്കാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക? ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമുക്കൊരു പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും മുമ്പിൽ വെച്ചൊന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ ഒരു ആക്ട് ചെയ്യാണ്, ആക്ട് ആസ് ഇഫ് ദ പേഴ്സൺ. ആ വ്യക്തി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി, നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവർ സംസാരിക്കുക, എങ്ങനെയായിരിക്കും അവർ പെരുമാറുക, അത് ആക്ട് ചെയ്യാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മിറർ ടെക്നിക്കിൻ്റെ 4 സ്റ്റെപ്പാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ തന്നെ കണ്ണാടിയിൽ പോയി കണ്ണിൽ തന്നെ നോക്കി നിന്ന് നമ്മൾ നമ്മളൊരു കണക്ഷൻ വയ്ക്കുകയാണ് ചെയ്യണത്. ഓക്കെ, രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണാടിയിൽ കാണുന്ന മറ്റൊരു വ്യക്തിയാണെന്നുള്ള പോലെ നിങ്ങൾ സംസാരിക്കുകയാണ്. റോഷിനി, നീ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നു, നിന്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, നിന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നു, നിന്റെ ചുറ്റും സ്നേഹിക്കുന്നവരാണ്, നീ ആഗ്രഹിക്കുന്ന പൊസിഷനിലേക്ക് നീ എത്തിക്കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ കണ്ണാടിയോട് സംസാരിക്കുകയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഞാൻ ആഗ്രഹിച്ച പൊസിഷനിലേക്ക് ഞാൻ എത്തി. എനിക്ക് എൻ്റെ ചുറ്റും വളരെ നല്ല ആളുകൾ മാത്രമേ ഉള്ളൂ, എനിക്കിപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ ലൈഫിൽ, ഞാൻ വളരെ ഹെൽത്തിയാണ്, ഞാൻ ഭയങ്കര വെൽത്തിയാണ് എന്ന് പറഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുകയാണ്. നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഹോപ്പിനൊപ്പം പ്രയറാണ് ചെയ്യണത്. ഈ എൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ, ഈ ലൈഫിൽ നടക്കുന്ന എല്ലാ സിറ്റുവേഷനും 100% ഞാൻ തന്നെയാണ് ഉത്തരവാദി, ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല, ഞാൻ തന്നെ 100% അത് ഏറ്റെടുക്കുകയാണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 സെൻറ്റൻസ് നമ്മൾ പറയുകയാണ്. ഹോപ്പിനൊപ്പം വീഡിയോ കണ്ടവർക്ക് നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണത് പറയണത് എന്നുള്ളത്. അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ആക്ട് ചെയ്യാണ് ചെയ്യണം. ഓക്കെ, എനിക്കിത് കിട്ടുമ്പോഴുള്ള സന്തോഷം എങ്ങനെയായിരിക്കും, ആ കിട്ടിയ വ്യക്തി എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ള പോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുകയാണ് ചെയ്യണത്. ഓക്കെ, ഇതാണ് നമ്മൾ പറയുന്ന മിറർ ടെക്നിക്ക്. ഒരുപാട് ആളുകൾക്ക് വളരെയധികം എന്താ പറയുക, ഇത് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ മിറർ ടെക്നിക്ക് വേറെയും കാര്യങ്ങളുണ്ട് കേട്ടോ, വേറെ ടൈപ്പ് ഓഫ് മിറർ ടെക്നിക്ക് ഉണ്ട്, അത് നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ ഇത് വൺ ഓഫ് ദ മെത്തേഡാണിത്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വളരെ എന്താ പറയുക, നമുക്ക് ഒരു ചിലവും കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളാണല്ലേ നമ്മൾ ഈ ടെക്നിക്കിലൂടെ പറയുന്നത്. നമ്മളൊരു രൂപ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ഇത്രയും രൂപ ചിലവാക്കി നിങ്ങളിത് ചെയ്യുന്നൊന്നും നമ്മൾ എവിടെയും ഒരു ടെക്നിക്കിൽ നമ്മൾ പറയുന്നില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. നമുക്ക് എല്ലാവരുടെ വീട്ടിലും ഒരു കുഞ്ഞു കണ്ണാടിയിൽ ഉണ്ടായിരിക്കും. ആ കണ്ണാടി നോക്കി നിങ്ങൾ ദിവസവും ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് റീപ്രോഗ്രാമിങ് നടക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു മിറർ ടെക്നിക്ക് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഇട്ട് തരാം. ദിസ് ഈസ് റോഷിനി മേനോൻ സൈനിങ് ഓഫ്.